അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇഹപര വിഷയങ്ങളിൽ ഉത്തമമായ വഴികാട്ടിയാണ്. അവിടുത്തെ ജീവിതം നമുക്ക് മാതൃകയാണ്. മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട രീതി വരെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട സുന്നത്താണ് അത്തബവ്വുലു ഖായിദ, ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുക എന്നുള്ളത്, ഇരുന്നു കൊണ്ട് മൂത്രമൊഴിക്കുക എന്നുള്ളത്. എന്നാൽ നിന്നുകൊണ്ട് മൂത്രമൊഴിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരാണ്. മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വിവരിക്കുന്നു, മാ കാന യബൂലു ഇല്ലാ ഖായിദ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ട് മാത്രമേ മൂത്രമൊഴിക്കാറുള്ളൂ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, മാ ബുൽതു ഖായിമൻ മുൻദു അസ്ലംതു, ഞാൻ മുസ്ലിമായതിനു ശേഷം ഒരിക്കലും നിന്ന് മൂത്രമൊഴിച്ചിട്ടില്ല. എന്നാൽ ഒരാൾക്ക് അസുഖമോ മറ്റോ ഉണ്ടെങ്കിൽ നിർബന്ധിത സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ട് നിന്ന് മൂത്രമൊഴിക്കാൻ അതിന് ഇസ്ലാം അനുവാദം നൽകുന്നു, ഇളവ് നൽകുന്നു. ഹദീസുകളിൽ അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും. എന്നാൽ ഇന്ന് പല യുവാക്കളിലും നിന്ന് മൂത്രമൊഴിക്കുന്ന രീതി കാണപ്പെടുന്നു. മൃഗങ്ങൾ പോലും ലജ്ജിക്കുന്ന ഈ രീതി അങ്ങേയറ്റം വെറുക്കപ്പെടേണ്ടതാണ്. നിസാരമായ നായ വരെ മൂത്രമൊഴിക്കുമ്പോൾ ചെറുതായി ചരിഞ്ഞുകൊണ്ടാണ് മൂത്രമൊഴിക്കുന്നത്. എന്നാൽ ഈ ജീവിയേക്കാൾ അധപ്പതിച്ച അവസ്ഥയാണ് ആധുനിക മുസ്ലിമീങ്ങളിൽ കണ്ടുവരുന്നത്. ചില യുവാക്കൾ കാരണം പറയുന്നത് അവർ ജീൻസും പാൻറ്റും ധരിക്കുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ജീൻസും പാൻറ്റും ധരിക്കുന്നവർ ടോയ്ലറ്റ് യൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് പ്രതിവിധി. ജീൻസും പാൻറ്റും ധരിക്കുന്നവർക്ക് നിന്ന് മൂത്രമൊഴിക്കാൻ എവിടെയും ഇളവ് നൽകുന്നില്ല. ഇനി അങ്ങനെ ഇളവ് നൽകിയെന്ന് സങ്കല്പിച്ചാൽ തന്നെ ജീവിതകാലം മുഴുവനും അവർ നിന്ന് മൂത്രമൊഴിക്കേണ്ട ഗതികേട് സംജാതമാകുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാം നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു